ഞാൻ ജയൻ പ്രഭാകർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എങ്ങനെയാണ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടിരിക്കാനായിട്ട് സാധിക്കുക. പലപ്പോഴും നമുക്ക് പറ്റാത്ത ഒരു കാര്യമാണ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളത്. വെറുതെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. യെസ്, പ്രൊഡക്ടിവിറ്റി ഒരു 13 പോയിൻ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് നൗ. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കൂടുതൽ ആലോചിച്ചിരിക്കില്ല. സ്റ്റാർട്ട് നൗ. ദാറ്റ് മീൻസ് ബി എ ഫാസ്റ്റ് ഇംപ്ലിമെൻറ്റർ. ഡോണ്ട് തിങ്ക് ടു മച്ച്. ഒരുപാട് കാര്യം നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. വേർഷൻ 1 ഈസ് ബെറ്റർ ദാൻ വേർഷൻ 9. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, ഒന്നും ചെയ്യുന്നതിനേക്കാളും. റൈറ്റ്? ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്ഷൻ. എല്ലാവർക്കും ഉള്ളൊരു പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് കൂടുതൽ പെർഫെക്റ്റ് ആകുക എന്നുള്ളത്. അത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ഒരു തോട്ടാണ്. ഞാനത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാം അല്ലേ, അതിനുശേഷം സംസാരിക്കാം അല്ലേ, അതിനുശേഷം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഒരു ചിന്ത എല്ലാവർക്കും പൊതുവേ ഉള്ളതാണ്. ഒരിക്കലും അങ്ങനെ പോകരുത്. ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്ഷൻ. കാരണം ആരും പെർഫെക്റ്റ് ആയിട്ടല്ല ഈ ലോകത്ത് ജനിക്കുന്നത്, നമുക്കറിയാം. മോൾഡ് ചെയ്തേ വരത്തുള്ളൂ. ഒരുപാട് ഗ്രൈൻഡിങ് പ്രോസസ്സിലൂടെ മാത്രമേ എന്താവത്തുള്ളൂ, കൂടുതൽ പെർഫെക്ഷനിലേക്ക് എത്താനായിട്ട് എല്ലാവർക്കും സാധിക്കുകയുള്ളൂ. സോ ഒരുപാട് നേരം ചിന്തിച്ചിരിക്കില്ല. നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ട് നൗ. ഈ ഒരു പോളിസി നിങ്ങൾ എടുക്കുക. റൈറ്റ്? യാ. നെക്സ്റ്റ് വൺ, അൺസബ്സ്ക്രൈബ് ഓൾ സോഷ്യൽ മീഡിയ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ആക്കുകയാണ്. വാട്സപ്പ്, ടെലിഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ നെറ്റ്ഫ്ലിക്സ്, പ്രൈം, ഇൻസ്റ്റാഗ്രാം അല്ലേ. പോകുന്ന വഴിയിലെല്ലാം നമ്മൾ സെൽഫി എടുത്തിട്ട് എവിടെ ഷെയർ ചെയ്യും? ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഷെയർ ചെയ്യും. അതിൽ കൂടുതൽ ലൈക്ക് കിട്ടുക, അതിൽ ആനന്ദം കണ്ടെത്തുക. ശരിയല്ലേ? പക്ഷെ എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, എത്രയോ ആളുകൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ വരുമാനം സമ്പാദിക്കുന്നു. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്. എന്തുകൊണ്ട് ആ ഒരു അപ്രോച്ച് വന്നുകൂടാ? അൺസബ്സ്ക്രൈബ് ഓൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വെറുതെ സമയം കളഞ്ഞുകൊണ്ട് ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടാനില്ല. നമ്മളുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് നഷ്ടപ്പെടത്തേ ഉള്ളൂ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, യൂട്യൂബ്, പിൻട്രസ്റ്റ്, നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ്, അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ. യെസ്. യാ. നെക്സ്റ്റ് വൺ, ഡിക്ലട്ടർ യുവർ ഫിസിക്കൽ സ്പേസ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്യാനിരിക്കുന്ന റൂമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മൈക്കുണ്ട്, ടേബിളുണ്ട്, ലാപ്ടോപ്പുണ്ട്, ക്യാമറയുണ്ട്, പിന്നെ ഇതുണ്ട്, റിംഗ് ലൈറ്റുണ്ട്, വേറൊന്നുമില്ല, ചെയറുണ്ട്. ദാറ്റ്സ് ഇറ്റ്. വേറെ എല്ലാ ഏരിയയും ക്ലീനാണ്. ഒരു സംഭവം പോലും ഈ റൂമിൽ ഇല്ല. കാരണം അത് നമ്മുടെ ഫോക്കസ് നമ്മളതിലേക്കായിപ്പോവും. അതുമല്ല, നമ്മുടെ ഒരു ക്യാരക്ടർ അതിലേക്കായിപ്പോവും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മുടെ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള തോട്ട്സുകൾ വരും. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതാക്കുമെന്നാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. ശരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നിങ്ങളുടെ ഫിസിക്കൽ സ്പേസ് നിങ്ങൾ ക്ലീൻ ചെയ്യുക. ആവശ്യമുള്ളത് മാത്രം വെക്കുക. ദാറ്റ്സ് ഇറ്റ്. യെസ്. നെക്സ്റ്റ് വൺ, കീപ്പ് ഇറ്റ് സിമ്പിൾ. അവോയ്ഡ് അൺനെസസറി തിങ്സ്. അതായത് ആവശ്യമില്ലാത്ത വസ്തുക്കൾ മാറ്റി വെക്കുക. ഒരു സിമ്പിളായിട്ടിരിക്കുക. നിങ്ങളുടെ റൂമോ അല്ല നിങ്ങൾ പഠിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യാനിരിക്കുന്ന ആ ഒരു ഏരിയ വളരെ സിമ്പിളാക്കുക. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ, ഗോ എവേ ഫ്രം നെഗറ്റിവിറ്റി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗോ എവേ ഫ്രം നെഗറ്റിവിറ്റി. നമുക്കറിയാം, ഇന്നത്തെ ലോകം വളരെ നെഗറ്റീവാണ്. ഇന്നത്തെ ലോകമൊന്നുമല്ല, എല്ലാ കാലത്തും നെഗറ്റീവുണ്ട്, പോസിറ്റീവുണ്ട്. ശരിയല്ലേ? അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പരമാവധി മാറി നിൽക്കുക.
നമുക്കറിയാം നമ്മുടെ സുഹൃത്തുക്കൾ ധാരാളമാണ്. എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളുണ്ട്. അല്ലെ ഫാമിലിയിലുള്ളവരാവാം, സുഹൃത്തുക്കളാവാം, ബന്ധുക്കളാവാം, ആരും ആയിക്കോട്ടെ. എന്ത് കാര്യം പറഞ്ഞാലും അതിനെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി സമീപിക്കുന്ന ആളുകളെ നമുക്കറിയാം. ശരിക്കും അവരിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുക. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, മീൻസ് അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ബുദ്ധിപരമായിട്ട്, കാരണം നമ്മുടെ ഗ്രോത്താണ് നമുക്ക് പ്രധാനം, അല്ലേ? സോ ഗോ അവേ ഫ്രം നെഗറ്റിവിറ്റി. ഡോണ്ട് ബി എ ഫുട്ബോൾ ഓഫ് അതേഴ്സ് ഒപ്പീനിയൻ. ആളുകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും, അല്ലേ? ബഹുജനം പലതരത്തിലുള്ള അഭിപ്രായം പറയും. അതിൻ്റെ പുറകെ പോകാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാകത്തുള്ളൂ, നമ്മുടെ സമയം ഇല്ലാണ്ടാവും. അവോയ്ഡ് വാച്ചിങ് ന്യൂസ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഡെയിലി 5 പത്രം വായിക്കും. ആലോചിച്ച് നോക്കി, 5 പത്രം. അതിപ്പോൾ ഓരോരുത്തരുടെ ഇതനുസരിച്ച്, നീഡനുസരിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ ന്യൂസിലൂടെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാറുണ്ടോ? നിങ്ങൾ ഡെയിലി പത്രം വായിക്കുന്ന ആളുകളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ന്യൂസ് കേൾക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ എത്ര പോസിറ്റീവ് തോട്ടാണ് നിങ്ങൾക്ക് ന്യൂസിലൂടെ ലഭിക്കുന്നത്? പ്ലീസ് ടൈപ്പ് ദ കമൻറ്റ് ബോക്സ്. നിങ്ങൾ കമൻറ്റ് ബോക്സ് ഷെയർ ചെയ്യുക. നിങ്ങൾ ഏത് തരത്തിലുള്ള പോസിറ്റിവിറ്റിയാണ് നിങ്ങൾക്ക് ഡെയിലി ന്യൂസ് കേൾക്കുന്നതിലൂടെ ലഭിക്കുന്നത്, അല്ലെ ഫേസ്ബുക്ക് കാണുന്നതിലൂടെ ലഭിക്കുന്നത്? ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ. അത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നും മാറി നിൽക്കുക. സോ യു ക്യാൻ ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. ഗോ അവേ ഫ്രം നെഗറ്റിവിറ്റി. നെക്സ്റ്റ് വൺ, വേക്കപ്പ് ഏർലി മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രാവിലെ എഴുന്നേൽക്കുക. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ആ ദിവസം കൊണ്ടുപോകാനായിട്ട് സാധിക്കും, കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ ദിവസവും നന്നായെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മാസമായാലും ആ ഒരു വർഷമായാലും നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ലഭിക്കുകയുള്ളൂ. ബെസ്റ്റ് ടൈം ഓഫ് ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങൾ രാവിലെ ഒന്ന് എഴുന്നേറ്റ് ശീലിച്ച് നോക്കി. ഒരു 4 മണി അല്ലെ 5 മണി സമയത്ത് വളരെ സൈലൻ്റ് ആയിരിക്കും. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും പല ആളുകളും എഴുന്നേൽക്കാറില്ല, അല്ലേ? അപ്പം ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് അങ്ങനൊരു വിഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ശീലിക്കുക. ജീവിതത്തിൽ വിജയിച്ച ഏത് മേഖലയിൽപ്പെട്ട, സംഗീതത്തിലായാലും സ്പോർട്സിലായാലും അല്ല ഏത് മേഖലയിലാണെങ്കിലും ജീവിതത്തിൽ വിജയിച്ച ആളുകളെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള അവർക്കൊരു ഡെയിലി റൂട്ടീൻ സിസ്റ്റം ഉണ്ടായിരുന്നു. അവർ രാവിലെ എഴുന്നേൽക്കുന്ന വ്യക്തികളായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ വേക്കപ്പ് ഏർലി മോർണിംഗ്. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ, സ്ട്രിക്ട്ലി ഫോളോ ഡെയിലി റൂട്ടീൻ സിസ്റ്റം. ഡെയിലി റൂട്ടീൻസ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ 4:30 ആകുമ്പം എഴുന്നേക്കും. 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. 4:30 ആകുമ്പം എൻ്റെ ഈ 4 മണി മുതൽ 4:30 വരെ എൻ്റെ പ്രഭാത കാര്യങ്ങൾ, ക്ലീനിങ്, അതുപോലെ ടോയ്ലറ്റ്, ബാത്തിങ് എല്ലാം കഴിയും. 4:30 ആകുമ്പോഴത്തേനും ഞാൻ എനിക്ക് സ്പിരിച്വൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 4:30 മുതൽ ഇരിക്കും. 5:30 ആകുമ്പോൾ ഞാനത് കഴിയും. 1 മണിക്കൂർ കഴിയും. 5:30 മുതൽ എനിക്ക് കുറച്ച് എക്സർസൈസ് ഉണ്ടാവും. ഒരു അരമണിക്കൂർ ഞാൻ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഡെയിലി വർക്ക് പ്ലാനിലേക്ക്, പ്രത്യേകിച്ച് ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലായതുകൊണ്ട് തന്നെ ധാരാളം കോണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വർക്കിലായിരിക്കും അതിന് ശേഷം. സോ ഇതാണ് എൻ്റെ ഡെയിലി റൂട്ടീൻ. പ്രിപ്പയർ എ ചാർട്ട് ആൻഡ് ഫോളോ ദാറ്റ് വൺ. പ്രിപ്പയർ എ ചാർട്ട് ആൻഡ് ഫോളോ. ഒരു ചാർട്ട്, ഒരു ഡെയിലി റൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഏത് സമയത്ത് എഴുന്നേൽക്കണം, ഏത് സമയത്ത് രാവിലെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ പോലെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ അസറ്റായിരിക്കും. അത് ഫോളോ ചെയ്താൽ മാത്രം മതി. സോ സ്ട്രിക്ട്ലി ഫോളോ യുവർ ഡെയിലി റൂട്ടീൻ. നെക്സ്റ്റ് വൺ, ഡോണ്ട് സേ യെസ് ടു എവറി റിക്വസ്റ്റ്. എല്ലാവർക്കും ഉള്ള ഒരു
പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മൾക്കറിയാം, നമ്മൾ അല്ലേ ഒരു സൊസൈറ്റി ജീവിക്കുമ്പോൾ അതിൻ്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് അല്ലേ. അപ്പം ഒരിക്കലും ഒരുപക്ഷെ പലർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ് ഡോണ്ട് സേ യെസ് ടു എവരി റിക്വസ്റ്റ്. എന്തെങ്കിലും ഒരു കാര്യം ഒരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സുഹൃത്ത് വേണ്ടപ്പെട്ട ഒരാൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നീ അവിടെ അത് ഉണ്ടാവോ? അതെ, ഞാൻ ഉണ്ടാവും, നീ പോരോ, വന്നേരം ഞാൻ അല്ലെ ഇന്ന സമയത്ത് വിളിക്കാം, നമുക്ക് സംസാരിക്കാം, ചർച്ച ചെയ്യാം അല്ലേ. ഒരിക്കലും ആ ഒരു കാര്യം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ലഭിക്കുന്നതായിരിക്കും. സേ നോ. എല്ലാ കാര്യങ്ങൾക്കും യേസ് പറയാതെ പ്രയോറിറ്റി ബേസ്, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ അത്ര അധികം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ മാത്രം അപ്പോയിൻമെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോർവേഡ് ചെയ്യുക. അല്ലാത്ത കേസെല്ലാം നിങ്ങൾ നോ പറയുക. ഇനി നിങ്ങൾ യേസ് ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിനെ കാണുന്നത്? നിങ്ങൾ വാട്ട് യു റിയലി വാണ്ട്, നിങ്ങൾ എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത്? ഏത് രീതിയിലാണ് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ കാര്യത്തോടും നോ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക. കീപ് ഫ്ലൈറ്റ് മോഡ് യുവർ ഫോൺ. നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഫോൺ ഉപയോഗിക്കുക. അല്ലാത്ത സമയത്ത് ഫ്ലൈറ്റ് മോഡിലാക്കി വെക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. നിങ്ങളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്ഭുതകരമായ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നോളജ് ബേസ്ഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നെക്സ്റ്റ് വൺ, കീപ് ലേണിംഗ്. നമുക്കറിയാം, നോളജ് ബേസ്ഡ് പ്രൊഫഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ കോച്ചിങ് അല്ലെങ്കിൽ ഏത് തന്നെയാണെങ്കിൽ നിങ്ങളുടേതായ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരു കണ്ടിന്യൂസ്ലി നോളജ് അക്വയർ ചെയ്യാനായിട്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള ലോകം കണ്ടിട്ടുള്ളവർ വെച്ച് ഏറ്റവും വലിയ ആളുകളാണ് അവർ, അല്ലേ? ശരിയല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ് കണ്ടിന്യൂസ്ലി അക്വയറിങ് നോളജ്. വളരെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് നോളജ് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ലഭിക്കുന്നതായിരിക്കും. എബൌട്ട് യുവർ പ്രൊഫഷൻ ഓർ എ സിസ്റ്റമാറ്റിക് ലേണിംഗ്. അതിനൊരു സിസ്റ്റം നിങ്ങൾക്ക് തന്നെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നിങ്ങൾ ലേൺ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടിന്യൂസ്ലി അക്വയറിങ് നോളജ്. നെക്സ്റ്റ് വൺ, പ്രീ പ്ലാൻ യുവർ വർക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വർക്ക് പ്ലാൻ ചെയ്യുക. ഒരാഴ്ചത്തേനുള്ള വർക്ക്, അല്ലെ ഒരു മാസത്തേനുള്ള വർക്ക്, അല്ലെ അടുത്ത 3 മാസത്തേനുള്ള വർക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. രാവിലെ എന്താണ് ചെയ്യേണ്ടത്, ഇന്ന സമയത്ത് ആരെങ്കിലും കാണാനുണ്ടോ, എത്ര കോൾസ് ഉണ്ടോ, ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം സമയം കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ മേഖല ബിൽഡ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട്. പലപ്പോഴും ആളുകൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ശരിക്കും ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് അറിയാത്തതുകൊണ്ടാണ്. കാരണം എന്തുകൊണ്ട്, എന്ത് കാര്യം പറഞ്ഞാലും ഉണ്ടോ, ഞാനുണ്ടോ, അല്ല നിനക്ക് അവിടെ വരെ ഒന്ന് വരാനായിട്ട് പറ്റുമോ? എന്ത് ഞാൻ വരാം, നമുക്ക് പോവാം, അവിടെ വരെ പോവാം. അദ്ദേഹത്തിൻ്റെ സമയം കളഞ്ഞിട്ടാണ് പോകുന്നത്. ആലോചിച്ച് നോക്കി, രണ്ടുപേരുടെയും ആലോചിച്ച് നോക്കുക അതിൻ്റെ എത്രമാത്രം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടം അതുകൊണ്ട് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഒരു നോ മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുക, ഞാൻ ഓൾറെഡി നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, ഡ്രിങ്ക് മോർ വാട്ടർ. ധാരാളം വെള്ളം കുടിക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പം നമ്മൾ ജീവിക്കുന്ന വൈറസ് കാലഘട്ടത്തിലാണ്. ശരിക്കും രോഗപ്രതിരോധ ശേഷി ഒരു മനുഷ്യന് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, കൂടുതൽ ജലാംശം ശരീരത്തിലുണ്ടാകണം. മേജർ ഘടകമാണ് ജലം. അപ്പോൾ കൂടുതൽ ധാരാളം വെള്ളം കുടിക്കുക. 3 to 5 ലിറ്റർ മിനിമം, 3 മുതൽ 5 ലിറ്റർ വരെ മിനിമം നിങ്ങൾ ഒരു ദിവസം വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരു മീൻസ് പ്രകൃതിദത്തമായ ജീവിത രീതി ആഗ്രഹിക്കുന്ന, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആളിലൊരാളാണ്. സോ ഞാൻ ചൂടുവെള്ളം വളരെ റെയറായിട്ട് കുടിക്കാറുള്ളൂ.
നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ശീലിക്കാവുന്നതാണ്. കാരണം റണ്ണിങ് മീൻസ് നോർമൽ വാട്ടറിൽ ഈ ചൂടുവെള്ളത്തിനേക്കാൾ കൂടുതൽ പ്രാണൻ്റെ ശക്തിയുണ്ട്. സോ അത് വളരെ നന്നായിരിക്കും. ചൂടുവെള്ളം കുടിക്കുന്നതുകൊണ്ട് അത് ചൂടുവെള്ളം ആര് കുടിക്കണമെന്ന് ശരിക്കും ആയുർവേദങ്ങളിൽ പറയുന്നുണ്ട്. ആരാണ് കുടിക്കേണ്ടത്, ആരാണ് നോർമൽ വാട്ടർ കുടിക്കേണ്ടത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഏറ്റവും ബെസ്റ്റ് നോർമൽ വാട്ടർ കുടിക്കുന്നതാണ് നല്ലത്, 3 to 5 ലിറ്റർ റൈറ്റ്. പിന്നെ ട്രീറ്റഡ് വാട്ടേഴ്സ് മീൻസ് വെള്ളമുണ്ട്, അത് വേണമെങ്കിൽ കുടിക്കാം. അതിനെക്കുറിച്ച് വാട്ടർ തെറാപ്പി തന്നെ വലിയൊരു ഏരിയയാണ്, വലിയൊരു സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഗൂഗിളിലോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോംസിലോ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഗുഡ് സ്ലീപ്പ്, മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഡെയിലി ഉറങ്ങണം. കാരണം ഉറക്കം ശരിയായില്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. രാത്രി നമ്മൾ ഒരുപാട് ഉറങ്ങിയിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെ 1, 2, 3 ദിവസം നമുക്ക് ഉറങ്ങാനായിട്ട് വരും കണ്ടിന്യൂ. പിന്നീട് ഒരാഴ്ചയോളം നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. സോ അത്രയും 2-3 ദിവസത്തെ വർക്ക് ലോഡ് കൊണ്ട് ആ ഒരാഴ്ച നമുക്ക് സമയം വലിയൊരു നഷ്ടത്തിലേക്ക് പോകും. സോ ഉറക്കം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. സോ 6 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ ഉറങ്ങണം. നെക്സ്റ്റ് വൺ, പ്രോപ്പർ ഫുഡ്, ശരിയായിട്ടുള്ള ഭക്ഷണം. ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതിൽ കാര്യമില്ല, വളരെ മിനിമം ഫുഡ്, എന്നാൽ ക്വാളിറ്റിയുള്ള ഫുഡ് കഴിച്ച് ശീലിക്കുക. ഈറ്റ് ലെസ് ഡ്രിങ്ക് മോർ എന്നാണ് പറയുക. കുറച്ച് ഭക്ഷണം കഴിക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക. ക്വാളിറ്റി ഫുഡ് ആയിരിക്കണം. കൂടുതലും നമുക്കറിയാം വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ കൂടുതൽ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നോൺ വെജിറ്റേറിയൻ ശീലിക്കുന്നവരിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്റ്റഡീസ് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എല്ലാവരും ഇത് കഴിക്കുകയും ചെയ്യും, അതാണൊരു പ്രോബ്ലം. സോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആ ഒരു സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അസറ്റാണ് ആരോഗ്യത്തിൽ തന്നെ. സോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, പ്രോപ്പർ എക്സർസൈസ്. ശരിക്കും മോർണിംഗ് എക്സർസൈസാണ് ഏറ്റവും ബെസ്റ്റ്. രാവിലെ ഞാനൊരു 1/2 മണിക്കൂർ യോഗ ചെയ്യാറുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ധാരാളമാണ്. ശരിക്കും ഈവനിങ്ങിൽ എക്സർസൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് അക്കോർഡിംഗ് ടു ഹ്യൂമൻ ബോഡി. മനുഷ്യൻ്റെ ശരീര നിർമ്മിതി അനുസരിച്ച്, സിസ്റ്റം അനുസരിച്ച് ശരിക്കും ഈവനിങ് മുതൽ റെസ്റ്റാണ് വേണ്ടത്. നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളും, പക്ഷികളും പക്ഷികളായാൽ മറ്റ് വീട്ടിൽ വളർത്താത്ത തരത്തിലുള്ള മൃഗങ്ങളാണെങ്കിൽ പോലും അവർ വൈകുന്നേരത്തിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കാക്കയാണെങ്കിലും കുയിലാണെങ്കിലും അവർ കൂട് തേടി പോവുകയാണ്, ശരിയല്ലേ? അവരാരും ഈവനിങ്ങിൽ കഴിക്കാറില്ല, അല്ലേ? രാവിലെയുള്ള സമയത്താണ് അവർ പറന്ന് നടക്കുന്നത്, ശരിയല്ലേ, പക്ഷികൾ. അപ്പോൾ സോ എക്സർസൈസിന് പറ്റിയ സമയം രാവിലെയാണ് ശരിക്കും. സോ ഈവനിങ് ചെയ്യാതിരിക്കുന്നതാണ് ബെസ്റ്റ്. സോ 30 മിനിറ്റ് വരെ ഒരുപാട് ഹെവി എക്സർസൈസ് ചെയ്യല്ലേ. ജിമ്മിൽ പോയി ഒരുപാട് മസിൽ ഡെവലപ്പ് ചെയ്യുക, അത് നമുക്കറിയാം ഇപ്പോൾ ഒരു ട്രെൻഡാണ്, കുറേ കാലമായിട്ടുള്ള ട്രെൻഡാണ്. സോ അതുകൊണ്ട് നമുക്ക് ശരിക്കും പിന്നീട് ഒരുപാട് ദോഷങ്ങളുണ്ടാവും. അപ്പോൾ അധികമായാൽ അമൃതം വിഷം എന്ന് പറയാറുണ്ടല്ലേ. സോ എല്ലാം ആവശ്യത്തിനായിരിക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് എക്സർസൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ പറ്റും. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ, നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നല്ല ആരോഗ്യം ലഭിക്കുകയുള്ളൂ, അല്ലേ? നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ദിനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആരോഗ്യപരമായിട്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ജീവിതം ആസ്വാദ്യകരമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ, ശരിയല്ലേ? അപ്പോൾ പ്രധാനമായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അതിപ്പം ആഹാരം, ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം, ഏത് തരത്തിലുള്ള എക്സർസൈസ് ചെയ്യണം, എങ്ങനെയാണ് അത് ഫോളോ ചെയ്യേണ്ടത്. സോ ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് നൗ. ഒരുപാട് ആലോചിച്ചിരിക്കല്. എന്തെങ്കിലും കാര്യങ്ങൾ ഐഡിയ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആരംഭിക്കുക. പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് നൗ. സെക്കൻഡ് വൺ, അൺസബ്സ്ക്രൈബ് ഓൾ സോഷ്യൽ മീഡിയ. തേർഡ് വൺ, ഡീക്ലട്ടർ യുവർ ഫിസിക്കൽ സ്പേസ്. നെക്സ്റ്റ് വൺ, ഗോ അവേ ഫ്രം നെഗറ്റിവിറ്റി. നെക്സ്റ്റ് വൺ, വേക്ക് അപ്പ് ഏർലി മോർണിംഗ്. നെക്സ്റ്റ് വൺ, സ്ട്രിക്ട്ലി ഫോളോ ഡെയിലി റൂട്ടീൻ സിസ്റ്റം.
And next one, don't say yes to every request. Then keep learning, then pre-plan your work, then drink more water, then good sleep, then proper food, last one proper exercise. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ്. ബൈ ബൈ.